കേരളത്തിൽ ഉടനീളം നടന്ന ഒരു യാത്രയുടെ ഭാഗമായിട്ടാണ് ലുലു മാളിൽ വന്നിരിക്കുന്നത്. എനിക്കൊപ്പം വിജയകുമാറുണ്ട്, ആഷ്മി താജ് ഇബ്രാഹിമുണ്ട്. ഞങ്ങളുടെ ഒരു 24-ൻ്റെ വലിയൊരു പട്ടാളം ഇങ്ങനെ ഒരു യാത്രയിലാണ്. അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സും 24-ഉം സംയുക്തമായിട്ടാണ് ഇത് ഒരുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചില ഉത്സാഹ കമ്മിറ്റിക്കാർ വിളിച്ചു പറയുന്ന പോലെ ഈ സൗകര്യപ്രദമായ സ്ഥലങ്ങളിലേക്ക് ആളുകൾ ഇരുന്നാൽ നന്നായിരിക്കും അല്ലേ? അങ്ങനെയല്ലേ ആഷ്മി? ഓക്കെ, നമുക്ക് വേദിയിലേക്ക് ഒരു മാന്ത്രികനെ വിളിക്കണം. അപ്പോൾ നമുക്കെല്ലാം പ്രിയങ്കരനായ ഒരു മാന്ത്രികനെ കേരളത്തിലുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള മാന്ത്രികന്മാരെ പ്രിയപ്പെട്ടവരല്ലെന്നല്ല, എന്നാലും അദ്ദേഹത്തെ നമ്മൾ വളരെ അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങളും അദ്ദേഹത്തിന്റെ ഇന്ദ്രജാലവിദ്യയും ഒക്കെ നമുക്ക് വളരെ സന്തോഷമാണ്. വരുന്നു യു ആർ വെൽക്കം. ഓക്കെ, വരൂ, താങ്കൾ അങ്ങനെ. ഓക്കെ, നന്ദകുമാരുടെ സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ നന്നായിരുന്നു എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പം നമ്മളിനി അദ്ദേഹത്തെ കൂടെ വിളിക്കാമല്ലോ. വരൂ, അങ്ങും കൂടെ വരും. ഓക്കെ, അപ്പോൾ വിജയകുമാർ കുറെ കാലമായിട്ട് ഗോപിനാഥനോട് എന്തോ ചോദിക്കണമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു. അല്ല, വേറൊന്നുമല്ല, ഈ സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഏറ്റവും ശക്തമായ സന്ദേശം ഈ കലയിലൂടെ അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യമുള്ള മേഖലയിലൂടെ എല്ലാ തവണയും നൽകാറുള്ളതാണ്. അത് നിരന്തരമായി നൽകാറുണ്ട് എല്ലാ കാലത്തും. അപ്പൊ അത്തരം സന്ദേശം നൽകാൻ ഏറ്റവും ആപ്റ്റായ ഒരാളിനെ നമുക്ക് ഈ വേദിയിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ ഈ മധ്യാഹ്നം ആ നിലയിൽ സമ്പൂർണ്ണമായി. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഗോപിനാഥ് നന്നായി സംസാരിക്കുന്ന ആളാണ്. ഓക്കെ, കടിക്കുന്ന പട്ടിക്ക് എന്തിനാ തലാന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ? ഇന്ദ്രജാലക്കാരനുമാണ്, നല്ല സംഭാഷണ പ്രിയനുമാണ്. ഗോപി എന്നെ സംസാരിക്കട്ടെ. ആദ്യം തന്നെ ഈ ഒരു സംരംഭം ഏറ്റെടുത്തതിന് എല്ലാവിധ ഭാവുകങ്ങളും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. കേരള യാത്ര അരുത് അക്രമം, അരുത് ലഹരി എന്നാണ് ഇതിൻ്റെ സന്ദേശം. വളരെ ആപ്റ്റായ സമയത്താണ് ഏറ്റവും പ്രമുഖമായ ഒരു ചാനൽ 24 ചാനൽ ഈ ഒരു സംരംഭം ഏറ്റെടുത്ത് കേരളത്തിലുടനീളം യാത്ര ചെയ്യുന്നത് എന്നറിയാൻ സാധിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഈ യാത്ര തുടങ്ങുന്ന സമയത്ത് ഇതിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചായിരുന്നു, പക്ഷേ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് വരാതിരുന്നത്. എന്നാലും ഒരുപാട് സന്തോഷം. ഞാൻ ഇവിടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചാനലിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോടൊക്കെ പറയാനുള്ളൊരു കാര്യം, ഞങ്ങൾ പണ്ടൊരു യാത്ര നടത്തിയിരുന്നു. സ്റ്റോപ്പ് സാഡ് എന്നായിരുന്നു ആ യാത്രയുടെ പേര്. അത് മദ്യത്തിനും മയക്കുമരുന്നിനെതിരെയുള്ളൊരു യാത്രയായിരുന്നു. സ്റ്റോപ്പ് സാഡ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് സ്റ്റോപ്പ് സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഡ്രഗ്സ് എന്നായിരുന്നു അതിൻ്റെ തീം. ഇപ്പോൾ എനിക്ക് പ്രധാനമായി ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡ്രഗ്സ് തന്നെയാണെന്ന് തോന്നുന്നു. ഈ ഒരു അടുത്ത കാലത്ത് നമ്മൾ പത്രങ്ങളിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന, ചാനലിൽ കണ്ടുകൊണ്ടിരിക്കുന്ന, നമുക്ക് സഹിക്കാൻ സാധിക്കാത്ത അത്രമാത്രം വിഷമം ഉണ്ടാക്കുന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാനൊരു 2 മിനിറ്റ് സംസാരിക്കാമോ? പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരോട്, ഈ ചാനലിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നവരോട്, ഗോപി, ഇതിനകത്തൊരു കാര്യം, നമ്മളിപ്പോൾ ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചാനലിലും നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും. നമ്മുടെ ചാനലുകളിൽ തത്സമയം പോകുന്നുണ്ട്. ലോകമെമ്പാടും ഇരിക്കുന്ന നമ്മുടെ മലയാളി സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് താങ്കൾ സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിക്കാൻ താല്പര്യം കാണിക്കുന്നത്. കാരണം ഇത് എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ എവിടെ തുടങ്ങണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും, ഓരോ വീട്ടിലുമാണ് ഇതിൻ്റെ ബോധവൽക്കരണം ആരംഭിക്കേണ്ടത്. പാരൻസിൽ നിന്നാണ് ബോധവൽക്കരണം ആരംഭിക്കേണ്ടത്. തീർച്ചയായിട്ടും ഓരോ മാതാവും പിതാവും മക്കൾക്ക് റോൾ മോഡലാവുക എന്നിടത്താണ് ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ സാധാരണ പണ്ട് പറയാറില്ല, ഒരു കഥ പറയാറില്ല, ഒരാൾ 20 വയസ്സ് വരെ ജീവിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന് തോന്നി ലോകമൊന്ന് നന്നാക്കണമെന്ന് തോന്നി. ഒരു 10 വർഷം ലോകം നന്നാക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ വിചാരിച്ച ലോകം നന്നാവില്ല. അദ്ദേഹം ഒരു 10 വർഷം രാജ്യം നന്നാക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ മാത്രം വിചാരിച്ച രാജ്യം നന്നാവില്ല. സ്വന്തം സംസ്ഥാനം നന്നാക്കാൻ വേണ്ടി 10 വർഷം ശ്രമിച്ചു. അപ്പോഴേക്കും അദ്ദേഹത്തിന് 50 വയസ്സായി. അപ്പോഴദ്ദേഹത്തിന് മനസ്സിലായി, സംസ്ഥാനം നന്നാക്കേണ്ടിടത്തല്ല തുടങ്ങേണ്ടത്. പിന്നെ അദ്ദേഹം നാട് നന്നാക്കാൻ വേണ്ടി ശ്രമിച്ചു. 60 വയസ്സായി. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, നാടല്ല നന്നാക്കേണ്ടത്, എൻ്റെ വീടാണ് നന്നാക്കേണ്ടത് തോന്നി. 10 വർഷം അതിനു വേണ്ടി ശ്രമിച്ചു. 70 വയസ്സായി. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി, എന്നിലാണ് തുടങ്ങേണ്ടത്. അപ്പോഴേക്കും അദ്ദേഹം മരിച്ചുപോയി. അപ്പം നമ്മൾ തുടങ്ങേണ്ടത് നമ്മളിലാണ്, നമ്മുടെ വീട്ടിലാണ്. ഞാൻ പറയുന്നത്, ഞാൻ നന്നായാൽ എൻ്റെ വീട് നന്നാവും, വീട് നന്നായാൽ നാട് നന്നാവും, നാട് നന്നായാൽ രാജ്യം നന്നാവും, രാജ്യം നന്നായാൽ ലോകം നന്നാവും. ഇത് തന്നെയാണ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്. ഓരോ വീട്ടിലും നമ്മൾ തുടങ്ങണം ഇതിൻ്റെ ബോധവൽക്കരണം. കാരണം വളരെയധികം അതിക്രമിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും പ്രധാനം, ഓരോ പാരൻസിനും മക്കൾക്ക് റോൾ മോഡലാവുക, ഓരോ അധ്യാപകരും മക്കൾക്ക് റോൾ മോഡലാവുക. അതിലൂടെ നമ്മുടെ മക്കളോട് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട രീതിയിൽ പറയുക, ഒന്നത്. രണ്ടാമത്, അവർക്ക് കൊടുക്കേണ്ട സ്നേഹം 1000 ഇരട്ടിയായി പകർന്നു കൊടുക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ കുട്ടികൾക്ക് കിട്ടേണ്ട സ്നേഹം കിട്ടേണ്ട രീതിയിൽ കിട്ടേണ്ട സമയത്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കപടമായ സ്നേഹത്തിന് പുറകെ അവരെ വിളിച്ചു പോകുമ്പോൾ അവരങ്ങോട്ട് ആകർഷിക്കപ്പെടുകയും അതിലേക്ക് പോവുകയും ചെയ്യും. അത് യഥാർത്ഥ സ്നേഹമല്ല, നേരെ മറിച്ച് ഒരു വിൽപ്പനയ്ക്ക് വേണ്ടിയുള്ള, അല്ലെങ്കിൽ ഒരു കമേഴ്സ്യൽ ഒരു സൈഡിലേക്ക് പോകുള്ള മയക്കുമരുന്നിൻ്റെ വിപണന കേന്ദ്രത്തിലേക്കുള്ള സ്നേഹമാണെന്ന് തിരിച്ചറിയാതെ പോകുന്ന മക്കൾ
അതിന് അഡിക്റ്റായി കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചരിത്രം. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഏറ്റവും അനിവാര്യമായൊരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് 24 ചാനൽ ശ്രീകണ്ഠൻ സാറിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലുടനീളം നടത്തുന്ന യാത്ര ഓരോരുത്തരെയും കണ്ണ് തുറപ്പിക്കുന്നതാവട്ടെ എന്ന്, മനസ്സ് തുറപ്പിക്കുന്നതാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. പ്രത്യേകിച്ച് ലുലുവിൻ്റെ ഈ ഒരു പ്രിമിസസിൽ വെച്ചിട്ട് ഈ ഒരു ജനതയോട് ഈ ചാനലിന് മുമ്പിൽ സംസാരിക്കാൻ സാധിച്ചത് സൗഭാഗ്യമായി കരുതുന്നു.